വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നമുക്കറിയാം കടുത്ത വേനൽ ചൂട്, ഒപ്പം തന്നെ റംസാൻ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഒക്കെ സമയത്ത് പ്രചാരണം കുറച്ച് മന്ദഗതിയിലായിരുന്നു, ചില ഭാഗങ്ങളുണ്ടായിരുന്നു. വിഷു കഴിഞ്ഞപ്പോഴേക്കും ഈ താരപ്രചാരണക്കാരുടെ കാര്യം നേരത്തെ നിങ്ങൾ റിപ്പോർട്ടർമാരെല്ലാം തന്നെ പറയുകയുണ്ടായി. താരപ്രചാരകർ ഇങ്ങനെ വന്നിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഇനി അങ്ങോട്ടുള്ള ഈ ഒരു 3 ദിവസം നിശബ്ദ പ്രചാരണം ഉൾപ്പെടെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. കുട്ടിക്കലാശത്തിൻ്റെ കാര്യം പറയേണ്ട, പക്ഷേ ഈ UDF പതാകകളൊക്കെ ഉയരുമോ ലീഗിൻ്റെയും ഒക്കെ എന്നൊക്കെയുള്ളൊരു സംശയം. കാരണം നമ്മൾ ഈ കുട്ടിക്കലാശത്തിൽ ഉൾപ്പെടെ കാവിക്കടലായി അല്ലെങ്കിൽ ഇത്തരത്തിൽ മൂവർണ്ണക്കടലായി അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുത്തു പറയുന്നത്. അത് UDFന് ഒരു വലിയ പ്രതിസന്ധിയായി അവിടെ ചില മേഖലകളിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിലൊക്കെ നമ്മളത് കണ്ടതാണ്. അത് എങ്ങനെ തന്നെ ആയാലും ഈ പ്രചാരണം ഇനി അങ്ങോട്ട് കൊടുമ്പിരി കൊണ്ട് എങ്ങനെയായിരിക്കും മുന്നോട്ട് നീങ്ങാൻ വടക്കൻ കേരളത്തിൽ എന്നുള്ളതാണ്. ചില സർപ്രൈസുകളൊക്കെ നേരത്തെ ശാലിനി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ കൊട്ടിക്കലാശത്തിൽ ചില സർപ്രൈസുകളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. വടക്കൻ കേരളത്തിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും സൂചനകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ? തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രചാരണം തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്, പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് NDA സ്ഥാനാർത്ഥികൾ, വടകരയിലെ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ അടക്കം വലിയ രീതിയിലുള്ള പ്രചാരണ രംഗത്ത് സജീവമായി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇതിൽ വടകര തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മണ്ഡലമായി നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം വാദപ്രതിവാദ പ്രത്യാരോപണങ്ങളുമായി മറ്റ് 2 സ്ഥാനാർത്ഥികളും ഇടം പിടിക്കുമ്പോൾ NDA സ്ഥാനാർത്ഥിയാവട്ടെ തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായും തീരദേശ മേഖലകളിലെ വികസന പരിപാടികളെയൊക്കെ തന്നെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രഫുൽ കൃഷ്ണയുടെ പ്രചാരണം നടക്കുന്നതെങ്കിൽ MD രമേശിന്റെ പ്രചാരണവും അതുപോലെ തന്നെ കോഴിക്കോട് മണ്ഡലത്തിൽ വളരെ ശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ച് റോഡ് ഷോ അടക്കം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് മലബാർ മേഖലകളെ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ലക്ഷ്മി.